അതോറിറ്റിയുമായി വളരെ വിശദമായിട്ടുള്ള ഹലോ, നമ്മളെ മലപ്പുറത്തിലെ മിനിസ്റ്റർക്ക് വ്യാജന കാണുന്നുണ്ടോ? വരുന്ന 2 ദിവസങ്ങളിൽ ട്രിവാൻഡ്രം തന്നെ ട്രിവാൻഡ്രം കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്നും നാളെയും മറ്റന്നാളും നല്ല വിധത്തിലുള്ള മഴ തന്നെ ഉണ്ടാകും. അലർട്ടുകളും നല്ലതുപോലെ 29 മുതൽ ആ മഴ മുടങ്ങി വരും എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 2 ദിവസങ്ങളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നല്ല തോതിലുള്ള മഴയുണ്ടാകും തന്നെയാണ് നമുക്ക് കാണുന്നത്. കേന്ദ്ര കാലാവസ്ഥ വളരെ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം 29 മുതൽ പതുക്കെ മഴയുടെ അളവ് 30 മുതൽ ജൂലൈ 2 വരെയുള്ള ദിവസങ്ങളിലാണ് മഴയുടെ അളവ് സാധാരണ നിലയിൽ കുറഞ്ഞതാണെന്ന് ഇപ്പോൾ 3-ാം തീയതി മുതൽ സാധാരണ കാലവർഷത്തിന്റെ ഭാഗമായിട്ടുള്ള മഴ 10-ാം തീയതി വരെ പെയ്യുകയും 10-ാം തീയതിക്ക് ശേഷം ഒന്നുകൂടി മഴ തീവ്രമായി വരാനുള്ള അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കേന്ദ്ര കാലാവസ്ഥ ഇപ്പോൾ യോഗത്തിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട നേരത്തെ അലർട്ടുകളെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് മുകളിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ കാണുന്ന അതുമടയ്ക്കുള്ള എല്ലാ രീതിയിലുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാകും. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ, ഗംഗ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് കാലാവസ്ഥാ പഠന വിഭാഗം നേരത്തെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. കാലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കാലവർഷക്കാറ്റ് ഇടപെട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മലയോര മേഖലയിൽ മഴയും മഴയോടൊപ്പം നല്ല കാറ്റും ശക്തി പ്രാപിക്കുന്നത് തന്നെ കാണുന്നുണ്ട്. പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാൻ സാധ്യത. അതുകൊണ്ട് നാളെയും ഇതേ ശക്തിയോട് കൂടിയിട്ടുള്ള മഴ തുടരും എന്ന് നേരത്തെ പറഞ്ഞു. ശനിയാഴ്ചയോട് കൂടി മഴയുടെ ശക്തി തുടരും കുറയുമെങ്കിലും ഈ ദിവസങ്ങളിലുണ്ടായ മഴയോടൊപ്പം 50-60 വേഗതയിലുള്ള കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശും. മഴയുടെ എഫക്റ്റും കൂടുതലായി ആളുകൾക്കിടയിൽ പതിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഈ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള വലിയ ശ്രദ്ധ ആവശ്യമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ, ഏലപ്പാറ, ഇടുക്കി, ഇരുവേട്, KDH നമ്മളിപ്പോൾ കണ്ടപ്പോൾ 203 മുതൽ 311 വരെ മില്ലിമീറ്റർ മഴ പെയ്തതാണ് ഈ സ്ഥലങ്ങളിലെ എല്ലാം അനുഭവം.